ഇജ്മാഇന് തെളിവായിക്കൊണ്ട് പറയുന്നത്, ഒന്ന് ഖുർആൻ പറഞ്ഞ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ് ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന പ്രയോഗം. സത്യം വ്യക്തമായതിനു ശേഷം റസൂലിനെതിരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ വയത്തബിഅ് ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതിനെ പിൻപറ്റുന്നുവെങ്കിൽ. അപ്പോൾ സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് അല്ലാഹു തആല ഇവിടെ ഒരു അവലംബമായി പറഞ്ഞുവല്ലോ. യുശാഖിഖിർ റസൂൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് വയത്തബിഅ് ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗത്തെ സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ പോയ വഴിക്ക് തിരിച്ചുവിടും, അവൻ നരകത്തിലേക്ക് നാം പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ആ മുഅ്മിനീങ്ങൾ ആരാണ്? മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ ഏതാണ് ആ മുഅ്മിനീങ്ങൾ? വ്യത്യസ്ത വീക്ഷണമുണ്ട്. ചിലർ പറഞ്ഞു അത് സ്വഹാബത്താണ്. വൈറ സബീൽ സ്വഹാബിമാർ സ്വീകരിച്ച മാർഗമല്ലാത്ത ഒരു മാർഗം സ്വീകരിച്ചാൽ തഫ്സീലുണ്ട്. മറ്റൊന്ന് ഈ പറഞ്ഞ ഫിഖ്ഹിലൊക്കെ ഈ ആയത്ത് ഇങ്ങനെ മനസ്സിലാക്കുക. ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഗവേഷകന്മാരായ പണ്ഡിതന്മാരാണ് ആ ആയത്ത് ഉദ്ദേശിച്ച മുഅ്മിനീങ്ങൾ. അപ്പം മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ മുജ്തഹിദീങ്ങളായ ആളുകളുടെ മാർഗം, അതല്ലാത്തൊരു മാർഗത്തിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഖുർആനും ഹദീസും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കേണ്ടത് സബീലുൽ മുഅ്മിനീൻ, മുജ്തഹിദീങ്ങൾ പഠിപ്പിച്ച വഴിയിലൂടെയാണ് എന്ന ഈ ആയത്ത് ഇജ്മാഇ തെളിവായി പൊതുവെ ഫിഖ്ഹി പണ്ഡിതന്മാരൊക്കെ ഉപയോഗിച്ചു പോരുന്നുണ്ട്. അതേപോലെ നബി തങ്ങൾ പറഞ്ഞു, ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാലത്തിൻ, എൻ്റെ ഉമ്മത്ത് ഒരു ളലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല, ഒരു വഴികേടിൽ എൻ്റെ ഉമ്മത്ത് എല്ലാവരും കൂടെ ഏകോപിക്കുകയില്ല. ഉമ്മത്ത് മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരു പിഴച്ച മാർഗത്തേക്ക് ഇത്തിഫാക്കാവുക എന്നത് ഉണ്ടാവുകയില്ല. അപ്പോൾ ലോകത്തെ എല്ലായിടത്തുമുള്ള ഗവേഷകന്മാർ ഒരു കാര്യത്തിൽ ഒരേ അഭിപ്രായം പറയുന്നു എങ്കിൽ അത് അല്ലാഹു തആല നൽകിയ ഒരു പ്രത്യേകമായ തൗഫീഖാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഈ ഉമ്മത്ത് ഒന്നിച്ച് ഒരു വഴികേടിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ആൾ കമ്മിയാവാം, ഹക്കിന് ആൾ കമ്മിയാവാം, പക്ഷെ ഒരാളെങ്കിലും അതിനെതിരായി ഹക്ക് വിളിച്ചു പറയാൻ ഉണ്ടാകും. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. ലോകത്ത് മൊത്തം മുസ്ലിമീങ്ങൾ ഒന്നിച്ച് ഒരു വഴികേടിലേക്ക് ഏകോപിക്കുക എന്നുണ്ടാവില്ല. ചിലപ്പോൾ ലോകത്തിൻ്റെ അംഗസംഖ്യ കൂടും, ഹക്കിൻ്റെ അംഗസംഖ്യ കുറയും, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഹക്ക് പറയാൻ ആരുമില്ലാതെ എല്ലാവരും ബാത്തിൽ ഏകോപിക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാവുകയില്ല. മറ്റേ ഉണ്ടായിട്ടുണ്ട്, ആൾ തീരെ പറ്റ എണ്ണം കൊണ്ട ഘട്ടങ്ങളൊക്കെ ആദ്യകാലത്ത് താബിങ്ങളുടെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുഫിയാൻ സൗദി റഹിമഹുള്ളാഹി പറയുന്നുണ്ട്, ഭൂമിയുടെ കിഴക്കേ അറ്റത്ത് അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാളുണ്ട് എന്ന് നീ കേട്ടാൽ നീ ഭൂമിയുടെ പടിഞ്ഞാററ്റത്താണെങ്കിലും നീ അവിടെ സലാം പറഞ്ഞയക്കണം, കാരണം അഹ്ലുസുന്ന അത്രയും കുറവാകുന്നു എന്ന് പറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ മുഅ്തസിലിയാക്കളും ഷിയാക്കളും ഖവാരിജുകളുമൊക്കെ ആധിപത്യം നേടി മൊത്തത്തിൽ ഔദ്യോഗികമായി അത്തരം ആശയങ്ങൾക്ക് സ്ഥാനം കിട്ടിയ ഘട്ടങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾ മൊത്തത്തിൽ ഒരു വഴിമാറി സഞ്ചരിച്ച സാഹചര്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ് അഹ്ലുസുന്നയിൽ അവശേഷിച്ചത്. അപ്പോൾ അന്നൊക്കെ ഒരു പറഞ്ഞതാണ്, നീ ഭൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്, എന്നാൽ ഭൂമിൻ്റെ കിഴക്കേ ഭാഗത്ത് ഒരാൾ അഹ്ലുസുന്നയുടെ ആശയമുള്ള ആളുണ്ട് എന്ന് കേട്ടാൽ നീ അയാൾക്ക് സലാം പറഞ്ഞയക്കാന്ന്. ഒരു ആദർശ ബന്ധം നിങ്ങൾ തമ്മിൽ അങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിക്കുക, കാരണം അഹ്ലുസുന്ന അത്രയും തുച്ഛമാകുന്നു എന്ന് പറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എണ്ണപ്പെടാവുന്ന ഏതാനും വ്യക്തികളിൽ മാത്രം പരിമിതമായ ഘട്ടങ്ങൾ, ഹദീസുകൾ പൂർണ്ണമായും അവഗണിച്ചു പോയ ഘട്ടങ്ങൾ. റഷീദ് പറയുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പണ്ഡിതന്മാർ ഈ മേഖലയിൽ സേവനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹദീസ് വിജ്ഞാനീയങ്ങൾ പറ്റെ കുറ്റിയേറ്റു പോകുന്ന ഒരു ഘട്ടമുണ്ടാകുമായിരുന്നു എന്ന് സയ്യിദ് റഷീദ് പറയുന്നുണ്ട്, ഇന്ത്യൻ പണ്ഡിതന്മാർ ചെയ്ത ഹദീസിൻ്റെ സേവനത്തെപ്പറ്റി പറയുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ഓരോ ഘട്ടത്തിലും മാറി മാറി വന്നേക്കാം. ആ ഇന്ത്യ കേരളമല്ല, അത് ഉത്തരേന്ത്യയാണ്. അടുത്ത് പിന്നെ ഇസ്രായേൽ 8ാം നൂറ്റാണ്ട് 9ാം നൂറ്റാണ്ടൊക്കെയാണ്. അത് അന്ധമായ അനുകരണം തഖ്ലീദ് വരികയും തസവൂഫ് കയറുകയും ഒക്കെ ചെയ്ത് ഹദീസുകൾ പറ്റ വിസ്മരിക്കപ്പെട്ട് ഹദീസ് അവഗണിക്കപ്പെട്ടു പോയ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പണ്ഡിതന്മാരാണ് ഹദീസുകൾക്ക് സേവനം ചെയ്തുകൊണ്ട് അത് രണ്ടാമത് ഉയർത്തിക്കൊണ്ടുവന്നത്. അന്നത്തെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇന്ത്യക്കാരായിരുന്നു. അതാണ് സൗദി അറേബ്യക്ക് ഇന്നും ഇന്ത്യയോടുള്ള പ്രത്യേകമായ ചില ബന്ധങ്ങൾ. ഇവിടെയുള്ള അവിടെയുള്ള മുതിർന്ന പണ്ഡിതന്മാരൊക്കെ അവരുടെ ഉസ്താദന്മാരൊക്കെ എപ്പോഴും ഇന്ത്യക്കാരായിരിക്കും. അന്ന് സൗദി അറേബ്യ അത്ര വലുതായിട്ടില്ല. അപ്പം അങ്ങനത്തെ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തുർമുദിയുടെ ഷറഹ് ലോകപ്രസിദ്ധമായ വ്യാഖ്യാനമാണ് തുഹ്ഫത്തുൽ അഹ്വദി, ഇന്ത്യയിലാണ് രചിക്കപ്പെട്ടത്, UP-യിൽ നിന്ന്. അപ്പം അന്ന് ആ പ്രദേശം ഹൈദരാബാദ്, ഉത്തർപ്രദേശ് പോലുള്ള പ്രദേശങ്ങളൊക്കെ ധാരാളം പണ്ഡിതന്മാർ അന്നും ഇന്നുമുണ്ട്, ഇന്നും മോശമൊന്നുമില്ല. അന്ന് ധാരാളം പണ്ഡിതന്മാർ ഉണ്ടാകുകയും അവർ വലിയ സേവനങ്ങൾ രംഗത്ത് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും
അപ്പോൾ ആളുകൾ കുറഞ്ഞേക്കാം, പക്ഷേ ആരുമില്ലാത്തൊരു ഘട്ടം ഉണ്ടാവുകയില്ല. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇത്തബിൽ ഹഖ്ക വലൗ കുൻത വഹ്ദക. ഇത്തബിൽ ഹഖ്ക, നീ ഹക്കിനെ പിൻപറ്റണം. വലൗ കുൻത വഹ്ദക, നീ മാത്രമാണെങ്കിലും ശരി. ഫഅൻത ഹീനഇദിൻ അൻതൽ ജമാഅ, അത്തരം ഘട്ടത്തിൽ നീയാണ് അൽ ജമാഅത്ത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞ അൽ ജമാഅത്ത്. അന്ന് നീ ഒരാൾ മാത്രമേ ഒരു ഹക്ക് പറയാൻ ബാക്കിയുള്ളൂവെങ്കിൽ നിന്റെ പേരാണ് അൽ ജമാഅത്ത് എന്നാണ്. അപ്പോൾ ജമാഅത്താകാൻ കുറേ ആൾ വേണ്ട, ഒറ്റ ആളേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് പറയാം അന്ന് അൽ ജമാഅ. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇത്തബിൽ അൽ ജമാഅത്ത് മാ വാഫഖൽ ഹഖ്ക വഇൻ ഖല്ല. ജമാഅത്ത് എന്നാൽ മാ വാഫഖൽ ഹഖ്ക, ഹക്കിനോട് യോജിക്കുന്നതാണ്. വഇൻ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും ശരി. ഇപ്പോൾ കുറേ ആളുണ്ടായതുകൊണ്ട് ഹക്ക് ആയിക്കൊള്ളുന്നില്ല, ആൾ കമ്മി ചെയ്തുകൊണ്ട് ഹക്ക് അല്ലാതിരിക്കണമെന്നില്ല. ആളുടെ അംഗസംഖ്യയല്ല ഹക്കിനെയും ബാത്തിനെയും വേർതിരിക്കുന്ന ഘടകം. ഏതായിരുന്നാലും അപ്പോൾ ഈ ഉമ്മത്ത് ഒന്നിച്ച് ഒരു തിന്മയിൽ ഒരു വഴികേടിൽ സംഗമിക്കുകയില്ല, ഏകോപിക്കുകയില്ല എന്ന നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ആ ഹദീസിൻ്റെ ആശയപ്രകാരം മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചു കഴിഞ്ഞാൽ അത് ദലാലത്തല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദലാലത്താണെങ്കിൽ അങ്ങനത്തെ ഏകോപനം ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു മസ്അലയിലാണെങ്കിലും മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചു എങ്കിൽ അതിനർത്ഥം അല്ലാഹു തആലയുടെ പ്രത്യേകമായ തൗഫീഖ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഏതായിരുന്നാലും അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായത്തിലാണ് ഇജ്മാ എന്ന് പറയുക. അങ്ങനെ ഒരു കാര്യത്തിൽ ഇജ്മാ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രമാണമായി അംഗീകരിക്കപ്പെടും. പക്ഷേ ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യത്തിലാണ് ഇജ്മാ ഉണ്ടാവുക. ഖുർആൻ ഹദീസും വന്ന കാര്യത്തിന് എതിരായിട്ട് ഇജ്മാ ഉണ്ടായാലും അവിടെ ഇജ്മാ എല്ലാം സ്വീകരിക്കുക. അവിടെ ഖുർആൻ ഹദീസ് ഇജ്മാ ഉണ്ടാവുക വെച്ചാൽ ഉണ്ടാവില്ല. സങ്കല്പത്തിൽ പറഞ്ഞാൽ തന്നെയും അങ്ങനെ ഇജ്മാ ഉണ്ടായാൽ പോലും അത് അവിടെ അംഗീകരിക്കപ്പെടുകയില്ല. അവിടെ ഖുർആനും സുന്നത്തുമാണ് അംഗീകരിക്കുക. കാരണം അടിസ്ഥാന പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. മറ്റത് അനുബന്ധ പ്രമാണമാണ്. ഖുർആനെയും സുന്നത്തിനെയും യോജിച്ചുകൊണ്ട് അതിനടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകോപനം മാത്രമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. ഉണ്ടാവും ഇജ്മായിൽ വ്യത്യസ്ത ഗണങ്ങളുണ്ട്. അതൊക്കെ അങ്ങോട്ട് അടിക്ക് പോകണമെന്നില്ല. ഇജ്മായിൽ തന്നെ കുറേ ഇനങ്ങളുണ്ട്. ഇജ്മാൽ സുക്കൂത്തി ഉണ്ട്. അതേപോലെ പിന്നെ ഇജ്മാൽ, അതായത് കുറേ ഗവേഷകന്മാർ ഒരു അഭിപ്രായം തുറന്ന് പറഞ്ഞു, മറ്റ് ഗവേഷകന്മാർ ഇത് അറിഞ്ഞു, പക്ഷെ അവരാരും എതിർത്തില്ല. അപ്പം അവരും ഇതിനോട് യോജിക്കുന്നുവെന്നാണ് അവന് നയമെന്ന് മനസ്സിലാക്കാം. അത് ഇജ്മാൽ സുക്കൂത്തി എന്നാ പറയാം, മൗനമായിക്കൊണ്ടുള്ള ഇജ്മാൽ. അപ്പം എല്ലാവരും അഭിപ്രായം പങ്കുവെക്കണമെന്നില്ല. എന്നാൽ പങ്കുവെച്ച അഭിപ്രായങ്ങൾ അവർ അറിയുകയും അവരത് എതിർക്കാതിരിക്കുകയും ചെയ്താൽ അവർക്കും ആ ഒരു പിന്നെ വശം തന്നെയാണ് ഇതിലുള്ള അഭിപ്രായം എന്ന് മനസ്സിലാക്കാം. അതാണ് ഇജ്മാൽ സുക്കൂത്തിയൊക്കെ. പിന്നെ അതിലുള്ള കുറേ ഷർത്തുകളുണ്ട്, മുജ്തഹിദിന്റെ ഷർത്തുണ്ട്. അപ്പം അങ്ങനെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ നമുക്ക് ആയിക്കൊള്ളുന്നില്ല.